CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പുതുയുഗയാത്രയിലെ അമിതാവേശത്തിനെതിരെ വിമർശനവുമായി കെ മുരളീധരൻ. തിരഞ്ഞെടുപ്പിനുള്ള ആവേശമല്ല, മറിച്ച് തിരഞ്ഞെടുപ്പിൽ ജയിച്ച തരത്തിലുള്ള ദോഷകരമായ അമിതാവേശമാണ് പുതുയുഗയാത്രയിൽ പ്രകടിപ്പിക്കുന്നതെന്നും സ്നേഹത്തല്ലാണെങ്കിലും സ്നേഹത്തള്ളാണെങ്കിലും അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും കെ മുരളീധരൻ. പുന്നയൂർക്കുളത്ത് കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ രണ്ടാമത് സ്മാരക പുരസ്കാരം തേറമ്പിൽ രാമകൃഷ്ണന് സമ്മാനിച്ചു. കുന്നംകുളം ചെറുവത്താനിയിൽ 15 ലിറ്റർ മദ്യവുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പുന്നയൂർക്കുളം കടിക്കാട് സ്വദേശി വെള്ളാട്ടിൽ അനീഷിനെയാണ് കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പുസ്തക സമാഹരണത്തോടെ പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൽ അക്ഷരോന്നതി പദ്ധതിക്ക് തുടക്കമായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. തലപ്പള്ളി താലൂക്കിലെ മുണ്ടകൻ പാടങ്ങളിൽ മികച്ച വിളവ് ലഭിച്ചെങ്കിലും കർഷകർ ആശങ്കയിൽ. ഏക്കറിന് 2 ടൺ നെല്ല് സംഭരിക്കാനേ കഴിയൂ എന്ന് കൃഷിവകുപ്പും സിവിൽ സപ്ലൈ കോർപ്പറേഷനും തീരുമാനിച്ചതാണ് കർഷകർക്ക് പ്രതിസന്ധിയായത്. സർക്കാർ അടിയന്തരമായി വിഷയത്തിലിടപെട്ട് കർഷകർ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ കൃഷി ഭക്ഷ്യവകുപ്പ് മന്ത്രിമാർക്ക് പരാതി നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ ഭാഗമായി ഗുരുവായൂരിൽ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു. ഫെബ്രുവരി 18-ന് ചാവക്കാട് മുനിസിപ്പൽ ചതുരത്തിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി സംഘടിപ്പിച്ച സംഗമം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം അണ്ടത്തോട് കെട്ടുങ്ങലിൽ പുനർനിർമ്മിച്ച മസ്ജിദുന്നൂറിന്റെ ഉദ്ഘാടനവും മതവിജ്ഞാന വിരുന്നും നടത്തി. മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം മേൽപുത്തൂർ സ്മാരക ആയുർവേദ ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആയുർവേദ സെമിനാർ നടത്തി. DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പട്ടിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 9 ദിവസത്തെ ഉത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 20-ന് ആറാട്ട്, ദേശപൂരം എന്നിവയോടെ സമാപിക്കും. ബ്ലാങ്ങാട് GFUP സ്കൂളിന്റെ നേതൃത്വത്തിൽ 106-ാം വാർഷികം സർഗതാളം 2026 നടത്തി. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ്സ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ ക്യാപ്പിംഗ് സെറിമണി നടന്നു. ഗുരുവായൂർ കോട്ടപ്പടി കപ്പിയൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പേരകം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. മമ്മിയൂർ LF കോളേജിൽ കരിയർ ലോഞ്ച് 2026 നടത്തി. തൊഴിൽ മേളയിൽ 22 പ്രമുഖ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.